മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ വഫാത്തായ മാസമാണല്ലോ ഇത്. അവിടുത്തെ കുറിച്ച് ഒരല്പം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മിസ്റിലെ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കുന്ന സമയം അവരുടെ അയൽവാസിയായി അബുസ്സറായ എന്ന ജൂതനും അദ്ദേഹത്തിൻ്റെ കുടുംബവും താമസിച്ചിരുന്നു. ആ ദമ്പതിമാർക്ക് തളർവാദം ബാധിച്ച് നിശ്ചലാവസ്ഥയിലായ ഒരു മകളുമുണ്ടായിരുന്നു. ഒരു ദിവസം അബുസ്സറായ പുറത്തേക്ക് പോയ സമയം ഭാര്യയ്ക്ക് കുളിക്കാൻ പോകണം. അപ്പോൾ മകളെ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീട്ടിലാക്കിയിട്ട് കുളിക്കാൻ പോയി. ളുഹ്റുബാഗിൻ്റെ സമയം അംഗശുദ്ധി വരുത്തിയിട്ട് നിസ്കാരപ്പായിലേക്ക് വരുന്ന സമയം മഹദി അറിയാതെ മഹദിയുടെ കൈകളിൽ നിന്ന് ഒരിറ്റ് വെള്ളം ആ കിടപ്പ് രോഗിയായ മകളുടെ ശരീരത്തിലേക്ക് വീണു. ഇതൊന്നും അറിയാതെ മഹദി അവർകൾ നിസ്കാരത്തിൽ മുഴുകി. അത്ഭുതമെന്ന് പറയട്ടെ, ആ വെള്ളം അവളുടെ ശരീരത്തിലേക്ക് ഇറ്റി വീഴലോടുകൂടെ ചുരുണ്ടി കൂടിക്കിടന്ന അവളുടെ കൈകാലുകൾ നേരെയായി, പേശികൾക്ക് ബലം വെച്ചു, ശരീരത്തിന് ഉന്മേഷം വെച്ചു. അവൾ എണീറ്റ് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് കുളിക്കാൻ പോയ അവളുടെ ഉമ്മ തിരിച്ച് മകളുടെ അടുക്കലേക്ക് വരുന്നത്. അവൾ മാതാവിനെ കണ്ടയുടനെ ഉമ്മ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ആ ജൂതസ്ത്രീ ചോദിച്ചു, നീ ആരാണ് മോളെ? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകളാണ്. നടന്ന സംഭവം പറഞ്ഞു. ഉടനെ ആ മാതാവ് പറഞ്ഞു, അങ്ങ് ശുദ്ധി വരുത്തിയ വെള്ളം മാറാവ്യാധി അകറ്റുകയോ? അത്ഭുതം തന്നെ. എങ്കിൽ നഫീസയുടെ മതമാണ് യഥാർത്ഥ മതം. എന്നിട്ട് ആ ഉമ്മ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. കൈകൾ പിടിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു. ഗോത്ര തലവനായിരുന്ന അബുസ്സറായ വീട്ടിലെത്തിയപ്പോൾ നടന്ന കഥകൾ ആ സ്ത്രീ പറഞ്ഞു. ഉടനെ തന്നെ മഹദി അവരുടെ അടുക്കിലേക്ക് അബുസ്സറായ വന്ന് മാപ്പിരുന്നു. ഞാനും ഇസ്ലാം മതത്തിലേക്ക്, അങ്ങയുടെ മതത്തിലേക്ക് വരുന്നു, എനിക്കും ഷഹാദത്ത് കലിമ ചൊല്ലിത്തരണമെന്ന് പറഞ്ഞ് അദ്ദേഹവും മുസ്ലിമായി. ഇത് കേട്ടറിഞ്ഞ 70ഓളം ജൂത കുടുംബങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു എന്ന് ചരിത്രം. ആ മഹദി വഫാത്തായത് ഹിജറ 208 റമളാൻ മാസം 15 മഹദി അവർകളെ ഖബറിലേക്ക് എടുത്തു വെച്ചത് റമളാൻ 16. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.